ഹായ് നമസ്കാരം, നിങ്ങളെ സ്വന്തം അളിയൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പുതിയൊരു കർഷകനെ തേടിയാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാ പ്രാവശ്യം അളിയൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് അളിയ ഒരു പുതിയൊരു കർഷകനെ തേടിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വെള്ളട പഞ്ചായത്തിനകത്ത് നല്ല രീതിയിൽ കണ്ട പയറൊക്കെ കൃഷി ചെയ്തിട്ടിരിക്കുന്ന ഒരു യുവ കർഷകനെ ഞാനിത് കാണിച്ചു തരുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ഒത്തിരി പേര് ഇതുപോലെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരിലൂടെ നമുക്കൊരു പ്രചോദനം കിട്ടട്ടെ എന്ന് കരുതിയാണ് അളിയെ ഇങ്ങനെ തേടി ഇറങ്ങിയത്. അപ്പോഴെല്ലാവരും ഇതുപോലെ പറ്റുകയാണെങ്കിൽ കൃഷി ചെയ്യുക. നമുക്ക് അളിയനെ കാണാം. യുവ കർഷകൻ ഇതാണ്. പിന്നെ കർഷകന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട്, അത് അളിയെ രണ്ടാമത് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. കണ്ടില്ലേ, രാവിലെ എണീറ്റ് എത്ര മണിക്ക് എണീറ്റുന്നു? 5:30 എണീറ്റ് കണ്ട പയറൊക്കെ പറിച്ച്. ഈ സമയം നമ്മൾ ഉറക്കമായിരിക്കും, അളിയന് ഉറക്കമില്ല. അതാണ് കർഷകരുടെ പ്രത്യേകത. എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട്? ഒരു 9-10 വർഷം. 9 വർഷം. നമുക്ക് ഇവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ എന്താ മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. അളിയന്റെ സുഹൃത്തുക്കളടുത്ത് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറ എല്ലാം കൃഷിയിലോട്ട് വരണമെന്നാണ്. കൃഷിയിലോട്ട് വരുമ്പോഴേ എല്ലാവരും മാക്സിമം ജൈവ പച്ചക്കറി കൃഷി തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ജൈവമായിട്ട് ചെയ്താൽ വരുമാന മാർഗമാണ്. ഓർഗാനിക് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെടുക്കും. ഓക്കെ. ഇത് എവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത്? ഇത് നമ്മൾ തിരുവനന്തപുരത്ത് ഹോർട്ടികോർപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇവിടങ്ങളിലെ പച്ചക്കറി കടകളിലെല്ലാം ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ട് നമ്മുടെ ഈ കൃഷിത്തോട്ടമൊക്കെ ഒന്ന് സന്ദർശിച്ച് പയറൊക്കെ വാങ്ങണമെന്ന് തോന്നി കഴിഞ്ഞാൽ കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. ലൈവായിട്ട് തന്നെ ഇവിടെ വന്ന് ഈ പയറൊക്കെ പറിച്ച് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമുണ്ട്. അവിടെ എന്തായാലും നമുക്ക് വിളവെടുപ്പിലോട്ടൊക്കെ പോയാലോ? ശരി. ഇവിടെ അളിയൻ വന്നപ്പോൾ അളിയൻ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു കുഞ്ഞ് കർഷകൻ. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ കൊച്ചു പിള്ളേരൊന്നും എണീറ്റിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇവൻ രാവിലെ എത്ര മണിക്ക് എണീറ്റ്? 5:30 എണീറ്റ് സ്വന്തം അപ്പനെ സഹായിക്കാൻ വേണ്ടി കൂടെ നടക്കുകയാണ്. പിന്നെ ഏ സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ്. അപ്പോൾ അവിടെയുള്ള പിള്ളേർക്കെല്ലാം ഇതിന്റെ വീഡിയോ കൊണ്ട് കാണിക്കുക. ഇപ്പോഴുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയമാണ്. അതായത് ഒരു ചെറിയൊരു വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഫോണിലാണ്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു പിള്ളേർക്ക് വേണ്ടി നമ്മൾ വീട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പയറോ കൃഷിയോ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുത്താൽ അവർ അതിൽ ഇങ്ങ് പോകും. ഫോണിന്റെ ടെൻഡൻസി അവർക്ക് കുറയും. നമുക്ക് ഇതുപോലെയുള്ള കൊച്ചു കർഷകന്മാരെ നമുക്ക് വളർത്തിയെടുക്കണം. വേണ്ട അതിന്റെ ശരി കണ്ടില്ലേ? അവിടെ നമുക്ക് ഈ ബാക്കി വിശേഷങ്ങളുണ്ട്, ഒന്നും ആയിട്ടില്ല. ഈ പയറൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ബാക്കി കാണാം. നടത്തി കൊടുത്തേ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ? നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് കുറെ വടികളും കമ്പുകളും കുന്തങ്ങളുമായിട്ടൊക്കെയാണ് പിന്നെ പയറിനെ വളർത്താൻ നോക്കുന്നത്. ഇതുകൊണ്ട് ഒരു ഹൈടെക് സെറ്റപ്പാണ്. PVC പൈപ്പ് കൊണ്ടുള്ള ഒരു
സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വിശേഷം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നമ്മുടെ കർഷകന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഓക്കെ, അളി എങ്ങനെ ഒരു സെറ്റപ്പ് വേണ്ട PVC-യിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ആരുടെ ബുദ്ധിയാണ്? ഇത് നമ്മള് സ്വന്തമായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്ത സംഭവമാണ്. ഇത് കാലാകാലങ്ങളില് നമ്മൾ ഈ വാഴയ്ക്ക് ഇടകൃഷി ചെയ്യുമ്പോഴേ ഈ പൈപ്പിന് ഇതിന് താങ്ങിടുന്നതിന് വേണ്ടി ഒരുപാട് ചെലവ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിയുമ്പോൾ അടുത്ത വയലിലോട്ട് ഇത് തന്നെ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC പൈപ്പിൽ 2 സൈഡ് എൽബോ കൊടുത്ത് ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ്. എന്നിട്ട് ഇതിന് വലിവും കൂടെ അടിച്ച് വലിച്ച് കഴിയുമ്പോൾ സാധനം നിന്നോളൂ. അപ്പൊ ഒറ്റ സ്റ്റെപ്പിലുള്ള ഒരു മുടക്കേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെ ആയാലും നമുക്ക് അടുത്ത കൃഷി എടുത്താലും ഇതിനെ കൊണ്ടുപോകാം. തന്നെ ഇളക്കി ഇതിലുള്ള കയർ, ഈ ചെറിയ കയറുകൾ പോയിട്ട് ബാക്കി വലിയ കയറുകൾ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിലുള്ള. അപ്പോഴേ ഇത് നല്ലൊരു മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ ചെലവ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. ഒറ്റ മുടക്കാണ്. അതായത് പലയിടങ്ങളിലും കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോഴേ അവർക്കിതൊരു പ്രയോജനമാണ്. അതാണ്ട ഒറ്റ മുടക്കം അല്ലേ? ഓക്കെ. അപ്പോഴേ നിങ്ങളുടെ മോനെ കണ്ടു. അപ്പോഴേ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ കൂടെ ഇതിൽ കൃഷിയിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? കൃഷിയിലോട്ട് കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫ്യൂച്ചറിൽ അവർ ഏത് രീതിയിൽ എവിടെ എത്തിത്തീരുമെന്നുള്ളൊരു കാര്യം നമ്മുടേതായ ഒരു ഐഡിയയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു സൈഡ് വരുമാനം അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി. ഈ പയറിന്റെ വിത്ത് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടോ? വിത്ത് സാധാരണ നമ്മളങ്ങനെ വിത്ത് ഉത്പാദനം ഇല്ല. സാധാരണ പുറത്തുനിന്ന് തന്നെയാണ് വെള്ളയാണ് കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇല്ലാതെ വേറെ പൊതുവായിട്ട് കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിയാണ് കൃഷി ചെയ്യുന്നത്. അറിഞ്ഞൂടല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ വാങ്ങിയായിട്ട് ഇത് വെള്ളയാണ് കൃഷി. വെള്ളയാണ്. ശരി. എന്തായാലും ഇത് നമ്മുടെ അളിയന് ഇതിന്റെ ഇനം ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി പലയിടത്തു നിന്ന് വിത്ത് വാങ്ങുന്നതാണ്. ഇപ്പൊ ഇത് നല്ല ഇനം എന്ന് തോന്നുന്നു. വേണ്ട, അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ള പയറാണ്. എന്ത് ഇനം ആയാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഒരു കൃഷിയല്ല ഇവിടെ ഇവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതാണ് വാഴയ്ക്കൊപ്പമാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഇടവേളയായിട്ട് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് എന്നാണ് നമ്മുടെ അളിയൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 2 ലാഭമുണ്ട്. നമുക്ക് കൊലയും മുറിക്കാം, പയർ വയ്ക്കാം. അപ്പോൾ അളിയനും ഇതിൻ്റെ ഇടയിൽ ഭയങ്കര കൃഷി ടീയാണ്. ഇങ്ങോട്ട് ഇടാ, ഞാൻ കോരിത്തരാം. പിന്നെ വേണ്ട ഒരു അളിയെ കർഷകന് വേണ്ടി നിങ്ങളെ സ്വന്തം ആളിയെ വെള്ളം കയറി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലടാ എന്ന് പറഞ്ഞാൽ വേണ്ട, നമ്മുടെ ഏരിയയിലെന്ന് പറഞ്ഞാൽ ഇത് പൈപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇതുപോലെ തൊട്ടടുത്ത് തന്നെ വെള്ളമുണ്ട്. കണ്ടില്ലേ, ശുദ്ധമായ വെള്ളം. ഇവിടെ മീൻ എന്തെങ്കിലും ഉണ്ടോടാ? മീനുണ്ടാ? അപ്പോൾ ഇവിടെയും 2 ഗുണമാണ്. നമുക്ക് ആവശ്യത്തിന് മീൻ പിടിക്കാം, ഇതുപോലെ വെള്ളവും കോരാം. അല്ലേടാ? പിന്നെ ഇന്ന് ക്ലാസ്സിനൊന്നും പോണ്ടേ? സ്റ്റഡി ലീവാ? ഓക്കെ. പിന്നെ എന്താണ് എക്സാം? എന്നാണ്? നാളെ ഉണ്ടോ? ഏത് വിഷയം? GK. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ പോയി വിളവൊക്കെ നടത്തോ, പയറൊക്കെ പറിച്ചു കിടക്ക്. അളിയെ കംപ്ലീറ്റ് വെള്ളം കോരി സെറ്റായിട്ട് വരണം. ഇരിക്കോ. അളി എങ്ങനെയാണ് എവിടെ പോയാലും കഷ്ടപ്പെട്ട് തന്നെ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അളിയനെ വിളിക്ക്. അളിയെ ഇതുപോലെ വന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലൂടെ ജനങ്ങൾക്കൊരു പ്രചോദനമായി മാറും.
അപ്പോൾ നമ്മളെല്ലാവരും ഇതാ പയറൊക്കെ അടുത്ത് ഇനി ചന്തയിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ജനങ്ങൾ, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? പ്രേക്ഷകർക്ക് പറയാനുള്ളത്, എല്ലാവരും കൃഷിയിലോട്ട് വന്ന് അടുക്കളത്തോട്ടം ഇപ്പൊ ഒരു പ്രോത്സാഹിപ്പിക്കും പോലെ എല്ലാവരും കൃഷിയിൽ വന്ന് അവരുടെ സ്വന്തം ഇടങ്ങളിൽ കൃഷിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷപച്ചക്കറി കഴിക്കാതെ നല്ല പച്ചക്കറി കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാക്കാം. ഓക്കെ, എടാ നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണ് നിന്റെ ഒരു അഭിപ്രായം? നീ പറ. എല്ലാരും കൃഷിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിഫോറസ്റ്റേഷൻ ഒക്കെ കുറയും. ഓക്കെ, ഓസോൺ പാളി വീണ്ടും ശരിയാക്കാൻ പറ്റുമെന്നോ? അല്ല, അവൻ നമ്മുടെ റേഞ്ച് വിട്ടാണ് പോയത്. അവൻ ഓസോൺ പാളി വരെ പോയിട്ടുണ്ട്. എന്തായാലും പിന്നെ അളിയ പതിവ് പറയും പോലെ കൃഷിയിൽ ഇറങ്ങുക. ഇതുപോലെ എന്താ കൈ നിറച്ച് പയറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറിച്ച് ഇറക്കുമ്പോൾ അതിന്റെ സന്തോഷം ഇറങ്ങും. അപ്പോൾ അളിയ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. എടാ ഒരു ബായ് കൂടാ. ശരി.